ഗോട്ട് സിനിമ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അഭിപ്രായം പറയാനാണ് വീഡിയോ. സ്റ്റോറി വൈസ് ഒന്നും നത്തിങ് ന്യൂ, ഔട്ട് ആൻഡ് ഔട്ട് ഒരു കമേഴ്ഷ്യൽ പടം, പക്കാ വിജയ് പടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പൊതുവെ നോർമൽ ഓഡിയൻസ് ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റോറിയിൽ ചെറുതായിട്ട് എന്തെങ്കിലും ന്യൂ തോന്നാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്ഥിരമായിട്ട് ഇന്റർനാഷണൽ ഫിലിംസ് ലൈക്ക് മിഷൻ ഇമ്പോസിബിൾ അങ്ങനത്തെ ആക്ഷൻ മൂവീസ് ഒക്കെ അല്ലേ, മറ്റേ ഏജന്റ് പടം അങ്ങനത്തെ പടങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്താ പറയുക, സ്റ്റോറി അത്യാവശ്യം ന്യൂ ആയിട്ടൊന്നും ഫീൽ ചെയ്യില്ല. ഒരു ബ്ലൻഡാണ് സ്റ്റോറി. പിന്നെ ഇതിൽ വില്ലനായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ടാവും. ഒരു തരത്തിലും ക്ലൈമാക്സ് കൊണ്ടുപോയിട്ട് എന്താ പറയാ, വില്ലനെ നന്നാക്കാനോ വില്ലന്റെ ഭാഗത്തുള്ള ശരി ഇതൊന്നും കാണിക്കാൻ പോയില്ല. വില്ലനെ പ്രോപ്പർ വില്ലനായിട്ട് തന്നെ ക്ലൈമാക്സ് വരെ ട്രീറ്റ് ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ചില സിനിമയിലൊക്കെ ഉണ്ടാവും ചില ക്യാരക്ടേഴ്സിനെ വില്ലനാക്കി കാണിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുപോയി നല്ലതാക്കി കാണും. ആ ക്യാരക്ടറിന് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഉള്ള പോലെ അല്ല, ആ ക്യാരക്ടറിന്റെ ന്യായം പറഞ്ഞ ആ ക്യാരക്ടറിനെ നന്നാക്കാൻ നിൽക്കും. അങ്ങനെയൊന്നും ചെയ്യാണ്ട് പ്രോപ്പർ വില്ലനായിട്ട് തന്നെ ആസ് ദ ക്ലൈമാക്സ് വരെ ട്രീറ്റ് ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിലെ പാട്ട് യൂഷ്വലി യൂട്യൂബിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. പൊതുവേ വിജയ് സിനിമയിലെ പാട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ആ പടം ഇറങ്ങണ വരെ ജില്ലായി നിൽക്കും. നമുക്ക് ഇടക്കിടക്കൊന്ന് ഹെഡ്ഫോൺസിലൊക്കെ കേൾക്കാൻ തോന്നും. ഇതിലെ ഒരു പാട്ടും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല. തിയേറ്ററിൽ നിന്നും പിന്നെ ചിന്ന ചിന്ന കൺകൾ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇറങ്ങിയിരുന്നു. ആ പാട്ട് ഒഴിവാക്കി, പടത്തിലില്ല. അത്രയ്ക്ക് സമാധാനം. പിന്നെ സ്പാർക്കും കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ വലിയ കിട്ടില്ലായിരുന്നു, പക്ഷെ ഒഴിവാക്കിയില്ല. അത് അങ്ങനെ എടുത്ത് പടത്തിൽ വെച്ചിട്ടുണ്ട്. ഒരുമാതിരി പാട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല സ്പാർക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റേ വിസിൽ പോഡ് പിന്നെയും കുഴപ്പമില്ല. പിന്നെ ആ മട്ട എന്ന് പറഞ്ഞ ആ ഒരു ബീറ്റ്, ആ രണ്ടും കേട്ടിരിക്കുക വലിയ കുഴപ്പമില്ല. പക്ഷെ ആ സ്പാർക്ക് എടുത്ത് ഒഴിവാക്കായിരുന്നു. ആ സിനിമക്കും വലുതായിട്ടൊന്നും ആവശ്യമില്ല. ആ നടീനെ പേയ്മെന്റ് കൊടുത്ത് കൊണ്ടുവന്നല്ലേ, സോ നമുക്ക് ആ നടീനെ യൂസ് ചെയ്യാം, ഒരു പാട്ടെടുക്കും. അങ്ങനെ എടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ റെഫറൻസ് ഒക്കെ കിൻഡൽ കണക്കിനുണ്ട് പടത്തിൽ. അതിനൊന്നും ഒരു കുറവുമില്ല ഈ സിനിമയിൽ. റെഫറൻസ് ഒക്കെ വിജയിന്റെ ആണെങ്കിലും കുറെ മിഷൻ ഇമ്പോസിബിളിന്റെ ട്യൂണ് വിജയ് പാടുന്നവരെ അങ്ങനെ ഇഷ്ടം പോലെ സിനിമകളൊക്കെ നമ്മൾ വിചാരിച്ചു നോക്കാത്ത സാധനമൊക്കെ റെഫറൻസ് ആയി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറെ സാധനം ഉണ്ട് പടത്തിൽ റെഫറൻസ്. പിന്നെ ചില ക്യാമിയോസ് ഒക്കെ നൈസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്യാമിയോസ് പറയുമ്പോൾ നിങ്ങൾ വലുതായിട്ടൊന്നും ഞാൻ പറഞ്ഞല്ലേ, പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് നിങ്ങൾ കണ്ട അത്യാവശ്യം നല്ലൊരു എന്റർടൈൻമെന്റ് വാച്ച് ആയിരിക്കും. ഓവർ പ്രതീക്ഷ വെച്ചാൽ കയ്യിൽ നിന്ന് പോകും. മൊത്തത്തിൽ പറയാണ് ഇതൊരു നല്ല ഒരു ഗുഡ് വാച്ചാണ്, പക്ഷെ നോട്ട് ദ ബെസ്റ്റ് വാച്ച്. എനിക്ക് വിജയിനെ എങ്ങനെ ആഗ്രഹം എന്ന് വെച്ചാൽ കാണാം. ആസ് എ വിജയ് ഫാൻ ആയിട്ട് എനിക്ക് വിജയിനെ എങ്ങനെ കാണണം എന്ന് വിചാരിച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് ഒരു വെറൈറ്റി ക്യാരക്ടർ, ഒരു വടച്ചെന്നൈ പോലത്തെ, അല്ലെങ്കിൽ തീരെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് വിജയിനെ നമ്മൾ ഇങ്ങനെ കാണുമോ അങ്ങനെ വിചാരിക്കുന്ന കാര്യത്തൊരു ക്യാരക്ടർ. വടച്ചെന്നൈ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലേ, അങ്ങനത്തെ തീരെ കാണാത്തൊരു കഥാപാത്രത്തിൽ കുറച്ച് യൂണിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായാലും ലാസ്റ്റ് പടമാണ് ഇനി വരാൻ പോണത്. അപ്പോൾ എനിക്ക് തോന്നില്ല ഇനി അങ്ങനെ കിട്ടുന്നു. അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പക്കാ വിജയ് പടം, ആക്ഷൻ പടം, ഒരു ഫാമിലി എന്റർടൈനർ ആണ്. ഫാമിലി ആയിട്ടൊക്കെ കണ്ട ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ, മോശമൊന്നുമില്ല. നല്ലൊരു ആ ഒരു കാര്യത്തിലൊക്കെ നല്ലതാണ്. കുറെ സിനിമ യൂഷ്വലി ഇന്റർനാഷണൽ ഫിലിംസ് കുറെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊന്നും പുതിയതായിട്ടൊന്നും പ്രതീക്ഷിക്കാണ്ടാവില്ല. ആ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ. കാരണം അത്യാവശ്യം നല്ല ടൈം പാസ് ആവും, നല്ല കമേഴ്ഷ്യൽ മൂവിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ബെസ്റ്റ് വാച്ച് അല്ല. അത്യാവശ്യം കണ്ടിരിക്കുക, ഫാമിലിയൊക്കെ ആയിട്ട് കണ്ട ഫാമിലിക്ക്, എന്റെ വീട്ടിലുള്ളവർക്കൊക്കെ എന്തായാലും ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എന്തായാലും പടത്തിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള പിന്നെ കുറച്ച് ഇവര് CGI പരിപാടിയൊക്കെ പിടിച്ചിരിക്കുന്നു. വിജയകാന്തിന്റെ പഴയ മറ്റേ AI വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ, അതൊക്കെ മറ്റേ ഇന്ത്യനിൽ ചെയ്ത പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തിരിക്കണതൊക്കെ വലിയതൊന്നും പറയാല്ല. പക്ഷെ എനിക്ക് ആ വിജയിന്റെ കുട്ടിക്കാലാക്കി കാണിക്കുന്നില്ല. നമ്മളെ രണ്ട് വിജയാണല്ലോ, മോനും അച്ഛനും. അപ്പൊ ആ മോനായിട്ട് വരുന്ന വിജയിനെ അത്യാവശ്യം ഡീസന്റ് ആയിട്ട് DAGing ആ പരിപാടി നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. അത് വലിയ മോശമല്ല, കാണാനൊരു വൃത്തിയുണ്ട്, സിനിമയിൽ നല്ല വൃത്തിയുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ചില CGI സീക്വൻസ് എന്താ പറയാ ചെറുതായിട്ടൊന്നും മീൻസ് അത്ര ഇന്റർനാഷണൽ ക്വാളിറ്റി ആകുമ്പോൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് ബഡ്ജറ്റ് ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. എന്നാലും കുഴപ്പമില്ലാണ്ട് അവർ ചെയ്തിക്കണം, പുള്ള ചെയ്തിക്കണം. എന്നാലും ചില സ്ഥലത്ത് CGI നമുക്ക് ഇടിക്കും ചെറുതായിട്ട്. പിന്നെ ഞാൻ കുറച്ച് സ്പോയിലർ പറയാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സ്പോയിലർ വേണ്ടെന്നുള്ള ഒരു പടം കാണാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സ്പോയിലർ ഒഴിവാക്കാം. സ്പോയിലർ എന്താ വെച്ചാൽ ഈ സിനിമയിൽ ക്യാമിയോസിൽ ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ക്യാമിയായിരുന്നു ശിവകാർത്തികേയന്റെ ക്യാമിയോ. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടാ. ചിലവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല, മൊത്തത്തിൽ ഇഷ്ടപ്പെടില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു പടമാണ്. അതിൽ ശിവകാർത്തികേയന്റെ ക്യാമിയോ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എനിക്ക് തീരെ ഞാൻ പ്രതീക്ഷിച്ചില്ല ശിവകാർത്തികേയൻ വരുന്നു. അത് സിനിമയിൽ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ തൃഷയുടെ ആ ഒരു സോങ്ങില്ല, മട്ട എന്ന് പറഞ്ഞ സോങ്ങിൽ തൃഷയുടെ ഒരു ക്യാമിയോ, അതും അത്യാവശ്യം നൈസ് ആയിരുന്നു. ഡാൻസ് നമ്പേഴ്സും കാണാനൊരു ഓക്കെ അങ്ങനെ ആ ഒരു സംഭവം. പിന്നെ റെഫറൻസ് ഗംഗുവ, ഒരു ഫോണിന്റെ വാൾപേപ്പറിൽ ഗംഗുവ മൂവി റെഫറൻസ് വരെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ റെഫറൻസ്, അജിത്തിന്റെ റെഫറൻസ്, വിജയ് സിനിമേന്റെ എത്രയോ റെഫറൻസ്, കിൻഡൽ കണക്കിന് റെഫറൻസ് ഉണ്ട്. പിന്നെ മിഷൻ ഇമ്പോസിബിളിന്റെ ട്യൂണ് വിജയ് പാടുന്ന പോലെയും, പിന്നെ മിഷൻ ഇമ്പോസിബിളിന്റെ ട്യൂണ് സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാണ്ട് ചെയ്തെന്ന് അറിയില്ല. പിന്നെ സ്പൈഡർമാൻ ആ സംഭവം ഇഷ്ടംപോലെ റെഫറൻസുകൾ, ബഞ്ച് ഓഫ് റെഫറൻസ് ഉണ്ട് പടത്തിൽ. അത് നല്ല രസം ഉണ്ടായിരുന്നു. അപ്പോൾ സ്പോയിലർ ആണിത്. അപ്പോൾ ഞാൻ സ്പോയിലർ പറഞ്ഞിട്ടാണ് പറഞ്ഞത്. പടം കാണാത്തവർ കണ്ടിട്ട് അഭിപ്രായം പറയാം, കണ്ടോരെ അഭിപ്രായം കമന്റ്സ് പറയാം. അതൊക്കെ തന്നെ ഈ വീഡിയോക്ക് അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ ബൈ.